ഇതോ ഈ സാധനം ഞാനിതാ മേശേൻ്റെ മുകളിൽ ഇടുമ്പോഴുള്ള ആ ശബ്ദം വേണ്ട, ഇതിൻ്റെ വളയാണേ. എൻ്റെ വളയ്ക്ക് ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത്, 200-300 ഗ്രാമിൻ്റെ അടുത്ത് വരും. 300 അല്ല, അതിനേക്കാളും വരും. ഇപ്പം ഏകദേശം താഴത്തെ നിലയിൽ കേട്ടിട്ടുണ്ടാവും. ഇത് ഒരു 50 ഗ്രാം ഉണ്ട്. ഇതൊരു 50 ഗ്രാം ഉണ്ടെന്ന് ഇതെങ്ങനെ പോയാലും ഒരു 500 ഗ്രാം ഉണ്ടാവും. ഇത് ഞാൻ പറയില്ല, ഞാൻ ചുമ്മാ പറയണമല്ല. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കണക്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാതിരിക്കേണ്ട. കമൻറ്റ് ഏറ്റവും കൂടുതൽ വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് യൂട്യൂബിൻ്റെ റീച്ച് കൂടുക. അതായത് വേപ്പ് സുൽത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പോഴും ഓർമ്മകളിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ചിലർക്കെങ്കിലും തോന്നാൻ, അല്ലെങ്കിൽ ചിലരിലേക്കെങ്കിലും യൂട്യൂബിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യാൻ ചില കമൻറ്റുകൾ ആവശ്യമാണ്. സോ കമൻറ്റ് ചെയ്തോ പ്രശ്നമില്ല. എന്നോട് പേഴ്സണലി എന്തെങ്കിലും പറയേണ്ട വിഷയങ്ങളോ അല്ലെങ്കിൽ ഞാൻ അറിയേണ്ട വിഷയങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. എനിക്ക് ഞാൻ അതിനുവേണ്ടി നിങ്ങളുടെ നാട് തേടി പിടിച്ച് വരാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഇപ്പം. പക്ഷെ ഞാൻ നിങ്ങളുടെ നാട്ടിലൂടെ പോകുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴെൻ്റെ കയ്യിൽ ഈ മോതിരം ഉണ്ടെങ്കിൽ മിക്കവാറും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇനി ഞാനിത് വിടൂല, ഇത് ഞാൻ വിടൂല. എടോ ഒരു ഫീലുണ്ട്, കിട്ടുന്നുണ്ട് ഒരു സാധനം. നമ്മുടെ തോന്നലാണ്, ശരിയാണ്. അതായത് ചില ആൾക്കാർക്കൊക്കെ നമ്മളിപ്പം എന്താ പറയുക, നല്ലൊരു പെന്ന്, എക്സാമിന് മുമ്പ് നല്ലൊരു പെന്ന് കിട്ടി, ആ പെന്നുകൊണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പെന്ന് വെച്ചിട്ട് എക്സാം എഴുതുന്നു. അപ്പം ആ പെന്നുകൊണ്ട് എഴുതിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് ചുമ്മാ അറിയില്ലേ. എഴുതുന്നവനും അറിയാം, പെന്ന് കൊടുത്തവനും അറിയാം, അതൊക്കെ ചുമ്മാ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണെന്ന് ഞാനങ്ങനെ വിശ്വസിക്കുന്നു. എനിക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്, ഒരു ലൈഫുണ്ട് അതിന്. വെയിറ്റ് ഉണ്ട്, മിക്കവാറും ഒരു 2 ആഴ്ചയൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് വിരൽ വേദനയൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങും. പക്ഷേ എന്നാലും ഞാൻ വിടില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ലൈഫ് കണ്ടോ. എന്തായാലും ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു സാധനം. ഇത്രത്തോളം എന്താ പറയുക, ഞാൻ കാനൺ 200D ക്യാമറ ആദ്യമായിട്ട് വാങ്ങിയ സമയത്ത് എൻ്റെ കയ്യിലുള്ള ആൽഫ സീരീസിലുള്ളൊരു സോണി ക്യാമറ കൊടുത്തിട്ടാണ് ഞാൻ 200D വാങ്ങുന്നത്. അന്ന് ആ ക്യാമറ വാങ്ങിയപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സ്റ്റിൽ ഞാൻ വാങ്ങിയ ഗാഡ്ജറ്റ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് കാനൺ 200D. അതിനുശേഷം ഞാൻ പല ഗാഡ്ജറ്റ്സും വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് എന്ന് തോന്നിയൊരു സാധനം വാച്ചാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ വാച്ചിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഐഫോണിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വാച്ചാണ്. ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഞാൻ ഇതിട്ടിട്ടാണ് ഉറങ്ങുക. അപ്പം എനിക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഒക്കെ നമ്മുടെ അതിനുള്ളൊരു വിഷയമല്ലത്. പിന്നെ എനിക്ക് ബാക്കി ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സാധനങ്ങളോടും എനിക്ക് ഓക്കെ, മണീന് നമ്മൾ കൊടുക്കുന്ന മണിക്കുള്ള ഒരു വർത്ത് ആ സാധനം ഉണ്ടാവും എന്നുള്ളതല്ലാതെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഇന്നലെ തോന്നിയിട്ടില്ല വേറെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂജ് എമൗണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കിയത്. അതും പല ആൾക്കാരിനോട് ചോദിച്ചു എത്രയാണെന്ന്. ഞാനത് പറയില്ല. കാരണം വേറെ ഒന്നല്ല, ഞാനത് പറയുന്നത് കാരണം എൻ്റെ വീഡിയോസ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയൊക്കെ കാണുന്ന. അപ്പം പിന്നെയും നമുക്ക് വീഡിയോ ചെയ്യണം. അതിന് എനിക്ക് ജീവൻ വേണം. ആ ജീവൻ വേണമെങ്കിൽ എനിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ഞാനിതിനു വേണ്ടി എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് എൻ്റെ ഫാമിലി അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അതോടെ പെട്ടിയും കിടക്കുകയും പുറത്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും പൈസ ചിലവാക്കിയിട്ട് കിട്ടിയൊരു സാധനം മോശമായിരുന്നെങ്കിലോ, ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിലുള്ള ആ മോതിരമുണ്ടല്ലോ, അതായത് ആ മോതിരോടെ പോയി, അയ്യോ അവിടെയാ തറവാട്ടിലാണ്, ആ മോതിരവും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല.
ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആനയാണെങ്കിൽ അത് ആനപ്പിണ്ടമാണ്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ ഡിസൈൻസൊക്കെ ഇത് തന്നെയാണ്. കാരണം ഒന്നുകിൽ ഞാൻ പറയട്ടെ, ഇതുപോലത്തെ ഒരു ഒറിജിനൽ ആമുലെറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും കോപ്പീസ് ചുറ്റും വരുന്നത്. ഇങ്ങനത്തെ ഒരു ഒറിജിനൽ സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ഒരു സാധനം പല ആൾക്കാരും കോപ്പി ചെയ്യുന്നത്? സോ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് റിയലാണ്. ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതെന്തായാലും ഇതിൻ്റെ മുകളിൽ വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഇല്ല. ഇതിനേക്കാൾ റിയൽ ആയിട്ടൊരു സാധനം ഉണ്ടാവില്ല. കാരണം ഇപ്പം ഞാൻ റിയലാണ്, എന്നെക്കാളും റിയൽ ആയിട്ടുള്ള ഞാൻ ഉണ്ടാവുമോ? ഇല്ല. നിങ്ങളെക്കാളും റിയൽ ആയിട്ടുള്ള നിങ്ങളുണ്ടാവുമോ? അതുപോലെ നമുക്ക് തോന്നും ഇതാണ് റിയൽ. ഇനി അഥവാ ഇതിനേക്കാളും റിയൽ ആയിട്ടുള്ള റിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്തായിരിക്കും? ഏകദേശം കിളി പോയി തുടങ്ങിയ പോലെ തോന്നുന്നുണ്ടല്ലേ? എനിക്കും തോന്നായികയല്ല. സോ ഇത് നമുക്കിവിടെ നിർത്താം. പക്ഷേ ഇവൻ ഇനി എൻ്റെ കൂടെ ഉണ്ടാവും. അനുബിസ് ഹോറസ് ദ ആമുലെറ്റ്, ഇത് എൻ്റെ കൂടെ ഉണ്ടാവും ലൈഫ് ടൈം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അയ്യോ അത് വന്നിട്ടുണ്ടാവും, അത് കിട്ടും, അവൻ എപ്പോഴാണ് കൊണ്ടെത്തുക എന്നൊക്കെ. ഞാൻ ഈ അവനെന്ന് ഞാൻ പറയുമ്പോൾ അവൻ്റെ പേര് ഞാൻ മനഃപൂർവ്വം പറയാത്ത കേട്ടോ. ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന നിനക്ക് വിഷമം തോന്നണ്ട, നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിൻ്റെ അഡ്രസ്സ് അടക്കം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ബാംഗ്ലൂർ മടിവാള ഭാഗത്തുള്ള ആളുകൾ, ഞാൻ മടിവാള എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഇതിനു മുമ്പ് പലർക്കും ചാറ്റ് ചെയ്യുന്നതിനിടയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ബാംഗ്ലൂർ വരെ ഈ സാധനം വന്നിട്ട് ഇത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മടിവാള എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് മടിവാള എന്ന്. മടിവാള വരെ ഞാൻ ഈ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവൻ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, വളരെ മനോഹരമായിട്ട് ഒളിച്ചു പാർത്ത് ജീവിക്കുന്ന ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എനിവേ, പറഞ്ഞ വിഷയം എന്തായിരുന്നു? അത് അവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം എൻ്റെ കയ്യിൽ എത്തുന്ന മൊമെൻ്റ് വരെ പലപ്പോഴും ഞാൻ ബീവിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ഇങ്ങനെ ഇത് എപ്പോഴാണ് വരിക. അപ്പോൾ അവൾ ചോദിക്കുന്നത് ഇത് കിട്ടിയെന്ന് വിചാരിച്ചോ, കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പോൾ അവളൊക്കെ വാങ്ങുന്ന ഈ ഓർണമെൻറ്റ്സ് പോലെ മാല, വള, അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ക്യൂരിയോസിറ്റി നിന്നിട്ട് നമ്മളത് ഒഴിവാക്കി പോകും. ഞാനും അങ്ങനെ തന്നെ. എനിക്കങ്ങനെ എല്ലാ മാലകളൊന്നും അങ്ങനെ എല്ലാ കാലവും കൊണ്ടടക്കുന്ന ഒരു സാധനം വലിയ താല്പര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന മാല, ഒരു സാധനമുണ്ട്, ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന മാല നിങ്ങൾക്കറിയാം, സ്റ്റാർ ഓഫ് ഡേവിഡിൻ്റെ ഒരു ഐക്കണുള്ള മാലയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനത് മാറ്റി, കുറച്ച് കാലങ്ങളായിട്ട് ഞാനത് മാറ്റി, എൻ്റെ വേറെയാണ്. ഞാനത് കാണിച്ചു തരാം. മൈക്ക് കിച്ച് കിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ അത് ക്ഷമിക്കുക. ഇതാണിപ്പോൾ എൻ്റെ ലോക്കറ്റ്. എങ്ങനുണ്ട്? ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിൽ അല്ലേ? ഇത് കാക്കയാണോ എന്ന് കുഞ്ഞെന്നോട് ചോദിച്ചു. പക്ഷെ അത് കാക്കയല്ല, ഇതൊരു ഫാൽക്കണാണ്. ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ ഹോറസിൻ്റെ ഒരു സാധനമാണത്. എനിവേ, പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എൻ്റെ ഓർണമെൻറ്റ്സും സാധനങ്ങളും വരെ ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി ഒരു സാധനം വാങ്ങുന്നു എന്നിരിക്കുമ്പോൾ നാളെ പിറ്റേന്ന് അത് ഞാൻ ഒഴിവാക്കുന്നൊരു സാഹചര്യം വന്നാൽ അത് കുറച്ച് വിഷമമുള്ള കാര്യമല്ലേ? പക്ഷെ ഞാനങ്ങനെ ഒന്നും ഒഴിവാക്കാറില്ല. ഇപ്പം സ്റ്റാർ ഓഫ് ഡേവിഡിൻ്റെ സിമ്പലാണെങ്കിലും ഞാനത് ചില സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള സാധനം. ഞാൻ എൻ്റെ മിക്ക സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ വാങ്ങിയൊരു സാധനമാണ് ഇത്, ബാഫമെറ്റിൻ്റെ ഒരു റിങ്. ഇത് പക്ക സ്റ്റീലാണ്, എന്താ അടിപൊളി ഡീറ്റെയിലിങ് അത്. ഇതൊക്കെ സ്റ്റിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എൻ്റെ മോതിരങ്ങളുടെയും പിന്നെ മാലകളുടെയും
പെൻഡൻസിൻ്റെയൊക്കെ കളക്ഷൻസാണ്. ഇതൊക്കെ ലൈഫ് ടൈം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു സാധനം വാങ്ങിയിട്ട് അത് എന്ത് ചെയ്യും? കുഞ്ഞിന് കൊടുക്കും. പക്ഷെ അവൻ അത് അർഹിക്കുന്നുണ്ടെങ്കിൽ, ഏത് നമ്മുടെ ആൻറ്റോണിയോ പറഞ്ഞ പോലെ, ആൻറ്റോണിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസ്ബുക്കിലുള്ള നമ്മുടെ ബ്ലാക്ക് മജീഷ്യനാണ്. ആൻറ്റോണിയോ വേറെന്തോ ഒരു സാധനം കൂടി ഉണ്ടായി, എനിക്ക് വായിക്കാൻ കിട്ടിയില്ല, വേറെന്തോ ഒരു പേരാണ്, ഒരു ഹിബ്രു പേരാണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞ പോലെ ഇത് അവൻ അർഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈമാറി പോവാം, ഇല്ലെങ്കിൽ ഇത് എന്നോടൊപ്പം അവസാനിക്കും എന്നുള്ളതാണ് അറ്റ് പ്രസൻറ്റ് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം. എന്തായാലും ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനത്തിൽ എത്രത്തോളം നിങ്ങളിലേക്ക് ഇത് എത്താൻ പാകത്തിന് ഞാൻ ഷൂട്ട് ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. ഒരു മൊബൈൽ അൺബോക്സ് ചെയ്യുന്നത് പോലെയോ ഒരു ക്യാമറ അൺബോക്സ് ചെയ്യുന്നത് പോലെയോ നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തൊരു സാധനമല്ല അത്. ഞാനിത് ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് കാര്യമില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ എനിക്ക് കാണാൻ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ട് ആസ്വദിക്കുന്ന ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഞാനത് ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. സോ സെയിം അതേ മൂഡിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത്രയും ഞാൻ ത്രിൽഡാണ്, എക്സൈറ്റഡ് ആണ്. അതെനിക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. സോ എന്തായാലും നിങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇതേപോലെ വലിയ ഗ്യാപ്പില്ലാതെ നിങ്ങളിലേക്ക് ഞാൻ എത്തും. വൈകാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖത്തോടു കൂടി ഞാൻ എത്തും. എന്നെ ഇവരെത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. ഇനി ഇവരെത്തിക്കുകയാണെങ്കിൽ അത് പഴയ മുഖത്തോടു കൂടി ആവില്ല, അത് പുതിയ മുഖത്തോടു കൂടിയായിരിക്കും.